പാലക്കാട് ഒരു പേരുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും CPM-ഉം അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുമ്പോൾ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് VK ശ്രീകണ്ഠൻ MPയുടെ പേര് നൽകിയിരിക്കുന്നത് മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ്. MP ലാഡ്സ് മാർഗരേഖയിൽ പറയുന്നതിന് വിരുദ്ധമായാണ് ബസ് സ്റ്റാൻഡിൽ MPയുടെ പേര് ലക്ഷങ്ങൾ ചെലവാക്കി ആലേഖനം ചെയ്തിരിക്കുന്നത്. പേര് എടുത്തു മാറ്റണമെന്നാവശ്യപ്പെട്ട് BJP മുനിസിപ്പൽ സെക്രട്ടറിക്കും കളക്ടർക്കും പരാതി നൽകി. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ഒപ്പം ചേരുന്നു. അല്പം മുമ്പ് നമ്മൾ കണ്ടത് മുഖ്യമന്ത്രിയുടെ തല, മുഖ്യമന്ത്രിയുടെ ഫുൾ ഫിഗർ. ഇപ്പോൾ ശ്രീകണ്ഠൻ MPയുടെ തല ഫുൾ ഫിഗർ അല്ലേ അരുൺ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, 2024 സെപ്റ്റംബർ 23-നാണ് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ബസ് സ്റ്റാൻഡിൽ ഈ VK ശ്രീകണ്ഠൻ MPയുടെ പേര് സ്ഥാപിച്ചത്. 2.26 കോടി രൂപ ചെലവഴിച്ചായിരുന്നു ഈ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം. തുടർന്ന് ഇതിൽ 2 ലക്ഷത്തോളം രൂപ ചെലവാക്കിയാണ് MPയുടെ പേര് വലുതായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എന്നത്. പക്ഷെ ഇത് മാനദണ്ഡങ്ങൾ ലംഘിച്ചാണെന്നാണ് നമുക്ക് ജനം TVക്ക് ലഭിച്ചിരിക്കുന്ന വിവരാവകാശ രേഖയിൽ പറയുന്നത്. അതായത് MP ലാഡ്സ് മാർഗനിർദ്ദേശങ്ങളിലെ ഖണ്ഡിക 3/2/17 അനുസരിച്ച് ഈ MP ലാഡ്സ് ഫണ്ട് വിനിയോഗിച്ച് നടത്തുന്ന പ്രവർത്തികൾ പൂർത്തീകരിച്ചാൽ ഉടൻ അവ പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുകയും അതുപോലെ തന്നെ പൊതുജന അവബോധത്തിനായി കല്ലിൽ ജനങ്ങൾക്ക് വായിക്കാവുന്ന തരത്തിൽ MPയുടെ പേരും പദ്ധതി വിവരങ്ങളും പ്രദർശിപ്പിക്കണമെന്നാണ് ഈ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത്. അതായത് ഈ പദ്ധതി തങ്ങളുടെ, അതായത് ജനങ്ങളുടെ നികുതി പണം തന്നെ ഉപയോഗിച്ചുള്ളതാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാവുന്നതിന് വേണ്ടി ഒരു കല്ലിൽ, ഒരു 3x4 വലിപ്പത്തിലൊക്കെ ഉള്ള കല്ലിൽ ഇത് ആലേഖനം ചെയ്ത് വെക്കണം എന്ന തരത്തിലാണ് ഈ MP ലാഡ്സിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത്. എന്നാൽ VK ശ്രീകണ്ഠൻ MP ഈ തന്റെ പേരിനാണ് ഇവിടെ അധിക പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ബസ് സ്റ്റാൻഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊരു PR വർക്കിനായി ജനങ്ങളുടെ നികുതി പണം ദുരുപയോഗം ചെയ്ത് സ്ഥാപിച്ച ബോർഡാണ്. അതുകൊണ്ട് തന്നെ ഇത് എടുത്തു മാറ്റണം എന്നൊരു ആവശ്യവുമായി BJP-യും രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ ഭൂമിയിൽ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഉൾപ്പെടെ 20 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഉടൻ തന്നെ ആരംഭിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പാലക്കാട് നഗരസഭ ഇപ്പോൾ ഉള്ളത്. ബസ് സ്റ്റാൻഡിന് അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിടണമെന്ന ആവശ്യം നഗരസഭാ കൗൺസിൽ വരികയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു പദ്ധതി നമ്മൾ ഉണ്ടാകുമ്പോൾ ആ പദ്ധതിയുടെ മറവിൽ വലിയ രീതിയിൽ MPമാരുടെയും മറ്റുമൊക്കെ പേര് പ്രദർശിപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി ഇത്തരത്തിൽ 2 ലക്ഷത്തോളം രൂപ ചെലവാക്കുന്നു. മാത്രമല്ല, കൃത്യമായ MP ലാഡ്സിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത് ഈ പദ്ധതി ജനങ്ങൾക്ക് ബോധ്യമാവാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഈ പേരും മറ്റു വിവരങ്ങളൊക്കെ. നമ്മൾ എല്ലാ ഉദ്ഘാടന പരിപാടികളിലും ഉദ്ഘാടനം ചെയ്തത് ആരാണോ മറ്റു കാര്യങ്ങളുടെയൊക്കെ പേരുകൾ നമ്മൾ കാണാറുണ്ട്. ആ പേരുകൾ ആലേഖനം ചെയ്യണമെന്ന് ആ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത് അത് ജനങ്ങൾക്ക് അവരുടെ നികുതി പണമാണ്, അതിൽ നിന്ന് ഇത്രയും രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്, ഈ വർഷത്തിൽ തുടങ്ങി ഇത്ര വർഷത്തിനുള്ളിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത്. അതിലുപരി ഇവിടെ ഈ ഒരു താനാണ് ചെയ്തത് എന്ന തരത്തിൽ, അല്ലെങ്കിൽ തന്റെ തല തന്റെ ഫുൾ ഫിഗർ എന്ന തരത്തിലാണ് ഈ പേരിനെ ഇവിടെ ദുരുപയോഗം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പേര് നൽകാൻ വേണ്ടി മാത്രം ഇവിടെ ഇത്രയേറെ പണം ദുരുപയോഗം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും സംഭവത്തിൽ BJP ഈ ബോർഡും ഈ പേരും ഒക്കെ ഇവിടുന്ന് മാറ്റണം എന്നൊരു ആവശ്യവുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. കൃഷ്ണരാജ്, ശരി. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.